ജി എസ് ടി എപ്പോഴും ടാക്സ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും സപ്ലൈ നടക്കപ്പെടുമ്പോഴാണ് അപ്പോൾ ഒന്ന് അവിടെ ഗുഡ്സും സർവീസും ഉണ്ട്. ഒന്ന് ഗുഡ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ സർവീസ് ഉണ്ടാകണം. അത് രണ്ടും ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, അതിൻ്റെ സപ്ലൈ നടക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഗുഡ്സോ സർവീസസോ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും കൂടി ഒരുമിച്ചോ എന്ത് ചെയ്യപ്പെട്ടാൽ സപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അവിടെ ജി എസ് ടി ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നൗ അതൊന്ന് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്, ചില ഗുഡ്സിനെയും സർവീസിനെയും ആക്ട് തന്നെ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അത് തന്നെ അപ്പം ജി എസ് ടി ഇസ് ലെവീഡ് ഓൺ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ 2 കൂട്ടരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ വേറെ ചിലർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. തുടങ്ങും മുമ്പ് നമ്മൾ ജി എസ് ടി പഠനത്തിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഏരിയയാണത്. ഒന്ന്, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. മനസ്സിലാകുന്നുണ്ടോ? ആൽക്കഹോളിക് ലിക്കർ ഹ്യൂമൻ കൺസംഷൻ, മെഡിസിനൽ പർപ്പസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളിക് ലിക്കർ അതെന്താണ് പറഞ്ഞേക്കുന്നത്? അത് അബ്സല്യൂട്ട്ലി എന്താണ് പറഞ്ഞത്? പെർമനൻ്റ് ആയിട്ട് ജി എസ് ടിയിൽ നിന്ന് റിമൂവ് ചെയ്തേക്കാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജി എസ് ടി ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ജി എസ് ടി ടാക്സ് ചെയ്യണമെന്ന് ഗവൺമെൻറ് നിർബന്ധം നടക്കണം, അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമെൻഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വേറെ ചിലർ എന്ത് ചെയ്തേക്കാണ്, ടെമ്പററി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞർത്ഥം എന്നാ, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എപ്പോഴാണ് അത് ആഡ് ചെയ്യപ്പെടുന്നത്? എപ്പോഴാണോ എന്ത് ചെയ്യുന്നത്, ഒരു ജി എസ് ടി കൗൺസിൽ ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും പറ, ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇതെപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ട്. ലൈക്ക് പെട്രോളിയം, ക്രൂഡ്, ഡീസൽ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ് പോലുള്ള ഐറ്റങ്ങളെയൊക്കെ എന്ത് ചെയ്തേക്കാണ്, എന്നേക്കുമായി റിമൂവ് ചെയ്തേക്കുമല്ല, പിന്നെന്താണ് ടെമ്പററി ആയിട്ടൊന്ന് മാറ്റി വെച്ചേക്കാണ്. എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ് എന്ത് ചെയ്യാം, ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ എപ്പോൾ വേണമെങ്കിലും അത് എന്ത് ചെയ്യാം, അത് നമുക്ക് ജി എസ് ടിയുടെ പരിധിക്കുള്ളിലേക്ക് വരുത്താം. പറഞ്ഞു സാധനമുണ്ടോ? ആസ് ഓഫ് നൗ അവരും ഇപ്പോൾ ഇല്ലെന്ന് സാരം സാധനമുണ്ടോ? അപ്പോൾ 2 കൂട്ടർ ഇപ്പോൾ എന്താ പുറത്ത് നിൽക്കുകയാണ്. ആരൊക്കെയാ? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനും പിന്നെന്താണ് നമ്മൾ ഈ പെട്രോളിയം പ്രോഡക്ട്സ്, ഡീസൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയും ഇവരെ എന്ത് ചെയ്തേക്കാണ്, 2 കൂട്ടരെ, ഒരാൾ പെർമനൻ്റ്ലിയും ഒരാളെ ടെമ്പററി ആയിട്ടും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ക്ലിയർ? ഓക്കെ. നൗ എന്നാൽ ചില ഐറ്റങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 കൂട്ടർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടുബാക്കോയും ടുബാക്കോ പ്രൊഡക്ട്സും. പുകയിലയുടെ ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയല്ല, പകരം എന്താണ് ഒരേ സമയം എന്ത് ചെയ്യാണ്, അതിൻ്റെ മേൽ ജി എസ് ടിയും ചാർജ് ചെയ്യും, പിന്നെ എന്താണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ചാർജ് ചെയ്യും. പറയാൻ സാധനമല്ലോ, എനിക്ക് ഇരട്ടി പരിപാടിയാണ്. അങ്ങനെ ആദ്യം എന്ത് ചെയ്യും, അതിന്മേൽ ഒരു ടുബാക്കോ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്മേൽ ജി എസ് ടി ഈടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബേസിക് പ്രൈസ് ഉണ്ടായിരിക്കുമല്ലോ, അതിന് കൂടുതൽ എന്ത് ചെയ്യും, ഒരു സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആഡ് ചെയ്യും. എന്നിട്ട് ആ ടോട്ടൽ വാല്യൂവിൻ്റെ മേലാണ് എന്ത് ചെയ്യുന്നത്, ജി എസ് ടി ആഡ് ചെയ്യുക. പറയാൻ സാധനമുണ്ടോ? ഫോർ എക്സാമ്പിൾ സിമ്പിൾ മനസ്സിലാവാൻ വേണ്ടി കറക്റ്റ് ഫിഗറിൽ പറയുന്നത് 100 രൂപയാണ് പ്രോഡക്റ്റ് എങ്കിൽ 10% എന്തെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എങ്കിൽ നേരെ എന്ത് ചെയ്യും, 100 + 10 ഈ 110ൻ്റെ മേലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജി എസ് ടി ആഡ് ചെയ്യുക. ക്ലിയർ ആയാലും? ഇപ്പോൾ ടുബാക്കോയുടെയും ടുബാക്കോ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത തന്നെ ഒരേ സമയം ജി എസ് ടിയും വരും, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും വരും. പറയാൻ സാധനമുണ്ടല്ലോ? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആദ്യം ചാർജ് ചെയ്തിട്ട് ആ ടോട്ടലിൻ്റെ മേലാണ് എന്ത് ചെയ്യുന്നത്, ജി എസ് ടി ആഡ് ചെയ്യുന്നത്. അതേസമയം ഒപ്പിയം, ഇന്ത്യൻ ഹെമ്പ്, നാർക്കോട്ടിക്സ് പോലെയുള്ള സാധനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ഒരേ സമയം എന്താ സംഭവിക്കുക, ജി എസ് ടിയും ആഡ് ചെയ്യും, പിന്നെ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും ആഡ് ചെയ്യും. അവിടെയും പ്രോസസ്സ് സെയിമാണ്. എന്ത് ചെയ്യും, ഒരു ബേസിക് പ്രൈസിന് മേൽ ആദ്യം എന്ത് ചെയ്യും പറ, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആഡ് ചെയ്യും, എന്നിട്ട് ടോട്ടൽ പ്രൈസിന് മേലായിരിക്കും എന്ത് ചെയ്യുന്നത്, ജി എസ് ടി ആഡ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലുറപ്പിച്ച് 2 കൂട്ടരെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 കൂട്ടരെ ഇരട്ടി ബേഡം കൊടുക്കുന്നു. ആർക്കാ റിമൂവ് ചെയ്യുന്ന 2 കൂട്ടർ എന്താ? ഒന്ന് ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളിക് ലിക്കർ, അവരെന്ത് ചെയ്തേക്കാണ്, പെർമനൻ്റ് ആയിട്ട് മാറ്റിയേക്കാണ്. അതൊന്ന് ചാർജ് ചെയ്യണമെന്ന് ഗവൺമെൻറ് തോന്നിയാൽ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമെൻഡ് ചെയ്യേണ്ടി വരും. പറഞ്ഞ സാധനം. 2ാമത്തെ കൂട്ടർ എന്താണ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഡീസൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ, പോലുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ പ്രത്യേകത എന്താ, അത് ടെമ്പററി മാറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ ജി എസ് ടി കൗൺസിൽ എപ്പോഴും പറയാം നമുക്കൊന്ന് ആഡ് ചെയ്തേക്കാം. ഓക്കെ, ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ജി എസ് ടി കൗൺസിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അടുത്ത 2 കൂട്ടർ എന്താണ്, ടുബാക്കോയും ടുബാക്കോ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്താണ്, അവർക്ക് ജി എസ് ടിയും ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. ഇപ്പോഴത്തെ മറ്റേ ഒപ്പിയം, ഇന്ത്യൻ ഹെമ്പ് പോലെയുള്ള ഡ്രഗ്സ്, നാർക്കോട്ടിക്സ് പോലെയുള്ള സാധനങ്ങളുടെ പ്രത്യേകത എന്താ, അവരെ സംബന്ധിച്ചോളം ജി എസ് ടിയും ഉണ്ട്, പിന്നെന്താണ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട്. ക്ലിയർ ആയ മക്കളെ? അപ്പം ഇവിടെ ഈ 2 കേസിലും, അതായത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ആദ്യം ബേസിക് പ്രൈസിനോട് അത് ആഡ് ചെയ്തിട്ട് ആ ടോട്ടലിന് മേലായിരിക്കും എന്ന് പറയുന്നത് ജി എസ് ടി ആഡ് ചെയ്യും. ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുക.